Next type of bonding is English bond. Now let's see what is an English bond. This is the most commonly used bond in construction of all types of structure. This consists of alternate courses of only headers and only stretchers. English bond എന്ന് വെച്ചാൽ alternate courses of only headers and only stretchers. നമ്മൾ ആദ്യം പഠിച്ച രണ്ട് ടൈപ്പ് ഓഫ് ബോണ്ടിങ് എന്തായിരുന്നു? സ്ട്രെച്ചർ ബോണ്ടും ഹെഡർ ബോണ്ടും. സ്ട്രെച്ചർ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ബ്രിക്സും സ്ട്രെച്ചർ ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹെഡർ ബോണ്ട് ആകുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ബ്രിക്സും ഹെഡർ ആയിട്ട് അറേഞ്ച് ചെയ്യും. ഇനി ഇംഗ്ലീഷ് ബോണ്ടിനകത്ത് അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡർ ആൻഡ് സ്ട്രെച്ചർ. ഒരു കോഴ്സ് മൊത്തം സ്ട്രെച്ചർ ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്തുള്ള കോഴ്സ് മൊത്തം ഹെഡർ ആയിരിക്കും. പിന്നെ വീണ്ടും ഒരു സ്ട്രെച്ചർ കോഴ്സ്, പിന്നെ ഒരു ഹെഡർ കോഴ്സ്. അങ്ങനെ ഓൾട്ടർനേറ്റ് കോഴ്സസ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് വരുന്ന ബോണ്ടാണ് ഇംഗ്ലീഷ് ബോണ്ട്. ഇംഗ്ലീഷ് ബോണ്ടാണ് സാധാരണമായിട്ടുള്ള എല്ലാ കൺസ്ട്രക്ഷനിലും നമ്മൾ എംപ്ലോയ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബോണ്ടിങ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ബോണ്ട്. Here we have alternate courses of headers and stretchers. ഒരു കോഴ്സ് മൊത്തം ഹെഡർ ആണെങ്കിൽ അടുത്ത കോഴ്സ് മൊത്തം സ്ട്രെച്ചർ ആയിരിക്കും. Here a queen closer is placed immediately after a queen header in the course. Queen closer after queen. ഈ കോർണറിൽ വരുന്ന ഹെഡറിനെയാണ് ക്വൈൻ ഹെഡർ എന്ന് വിളിക്കുന്നത്. സോ ഈ ക്വൈൻ ഹെഡർ വരുന്നതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ക്വീൻ ക്ലോസർ വെക്കും. അത് എന്തിനാണെന്ന് വെച്ചാൽ വെർട്ടിക്കൽ ജോയിന്റ്സിനെ സ്റ്റാഗർ ചെയ്യാൻ വേണ്ടിയാണ് ക്വീൻ ക്ലോസറിനെ വെക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ഫോളോഡ് ബൈ എ സക്സഷൻ ഓഫ് ഹെഡേഴ്സ്. ആൻഡ് നെക്സ്റ്റ് ഫസ്റ്റ് ലെയറിനകത്ത് ഹെഡർ ആണെങ്കിൽ ക്വൈൻ ഹെഡർ വരുമ്പോൾ അതിന്റെ തൊട്ടടുത്ത് ഒരു ക്വീൻ ക്ലോസറും കൂടെ വെക്കും. അത് കഴിഞ്ഞ് അതിന്റെ അടുത്ത ഹെഡർ കഴിഞ്ഞ് വരുന്ന അടുത്ത കോഴ്സിൽ എന്തായിരിക്കും? ഫുൾ ഓഫ് സ്ട്രെച്ചർ ആയിരിക്കും. ആൻഡ് സ്റ്റാർട്ട്സ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ക്വൈൻ ഹെഡർ ആൻഡ് ക്വീൻ ക്ലോസർ. ദ ഹെഡേഴ്സ് ആർ പ്ലേസ്ഡ് സെൻട്രലി ഓവർ സ്ട്രെച്ചേഴ്സ്. സ്ട്രെച്ചറിന്റെ മുകളിൽ സെൻട്രലി ആയിട്ടായിരിക്കും ഹെഡേഴ്സ് പ്ലേസ് ചെയ്യുന്നത്. Headers are placed centrally over stretchers. സ്ട്രെച്ചേഴ്സിന്റെ മുകളിൽ സെൻട്രലി ആയിരിക്കും ഹെഡേഴ്സ് ഒക്കെ പ്ലേസ് ചെയ്യുന്നത്. Since the number of joints in header course is twice that of stretcher course, the joints are thinner than those in the stretcher course. ഈ ഹെഡർ കോഴ്സിലെ നമ്പർ ഓഫ് ജോയിന്റ്സ് സ്ട്രെച്ചർ കോഴ്സിനേക്കാളും ഡബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഹെഡർ കോഴ്സിലെ ജോയിന്റ്സ് തിന്നർ ആയിരിക്കും. നമ്പർ ഓഫ് ജോയിന്റ്സ് ഇൻ ഹെഡർ കോഴ്സ് is equal to 2 into number of joints in സ്ട്രെച്ചർ കോഴ്സിൽ വരുന്ന നമ്പർ ഓഫ് ജോയിന്റ്സിന്റെ ഡബിൾ ദ നമ്പർ ഓഫ് ജോയിന്റ്സ് ആയിരിക്കും ഹെഡർ കോഴ്സിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ജോയിന്റ്സ് ഇൻ ഹെഡർ കോഴ്സ് ആർ തിന്നർ. നമ്പർ ഓഫ് ജോയിന്റ്സ് ഹെഡർ കോഴ്സിൽ കൂടുതലായതുകൊണ്ട് അവിടുത്തെ ജോയിന്റ്സ് ഒക്കെ തിന്നർ ആയിരിക്കും. Now English bond is very simple and easy to construct and requires less skill. ഇത് സിമ്പിൾ ആണ്. ഇംഗ്ലീഷ് ബോണ്ട് സിമ്പിൾ ആണ്, ഈസി ടു കൺസ്ട്രക്ട് ആണ്. പിന്നെ സ്കിൽസ് കുറച്ച് മതി. ലെസ് സ്കിൽസ് റിക്വയർ. അധികം സ്കിൽസ് വേണ്ട ഇംഗ്ലീഷ് ബോണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ. Since every alternate layer consists of headers, the bond gives more transfer strength.
ഇതിന് ട്രാൻസ്ഫർ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. മോർ ട്രാൻസ്ഫർ സ്ട്രെങ്ത് കൂടുതലാണ്. സോ ഇംഗ്ലീഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഓൾട്ടർനേറ്റ് കോഴ്സസ് ഹെഡർ ആയതുകൊണ്ട് ട്രാൻസ്ഫർ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. സോ നമ്മൾ ആസ് പെർ സിലബസ് 1 brick thick English bondും 1.5 brick thick English bond വരുന്ന വോളുമാണ് പഠിക്കാനുള്ളത്. 1 brick thickും 1.5 brick thickും ആണ് പഠിക്കാനുള്ളത്. നമുക്ക് 1 brick thick wall എങ്ങനെ വരും നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾട്ടർനേറ്റ് കോഴ്സസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. ഓൾട്ടർനേറ്റ് കോഴ്സസ് എപ്പോഴും ഒരുപോലെ ആയിരിക്കും. സോ നമ്മൾ പ്ലാൻ വരയ്ക്കാം. 1 brick wallന്റെ പ്ലാൻ വരയ്ക്കാം. 1 brick wall എന്ന് വെച്ചാൽ ഒരു ബ്രിക്കിന്റെ തിക്നെസ് വരുന്നത്. ഒരു ബ്രിക്ക് എന്ന് പറയുന്നത് അതിന്റെ ലെങ്ത് ആണ്. അതിന്റെ ബ്രിക്കിന്റെ ലെങ്ത് ഒരു ബ്രിക്കിന്റെ ലെങ്ത്തിന്റെ അത്രയും തിക്നെസ് വരുന്ന wall ആണ് 1 brick wall. സോ നമ്മൾ പറഞ്ഞു ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ്. ഫസ്റ്റ് ലെയർ ഹെഡർ ആണെങ്കിൽ അടുത്ത ലെയർ സ്ട്രെച്ചർ ആയിരിക്കും. സോ നമുക്ക് എങ്ങനെ വരയ്ക്കാം? അപ്പോൾ ഓഡ് നമ്പർ ഓഫ് കോഴ്സസ് എല്ലാം ഒരുപോലെയും ഈവൻ നമ്പർ ഓഫ് കോഴ്സസ് എല്ലാം ഒരുപോലെയും ആയിരിക്കും. ഇവിടെ ഒരു ക്ലോസർ, ക്വീൻ ക്ലോസർ, അത് കഴിഞ്ഞ് ക്വൈൻ ഹെഡർ, സോ ഇങ്ങനെയായിരിക്കും 1 3 5 ഇത് നമ്മൾ ബ്രിക്ക് വാളിനെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അതാണ് അതിന്റെ പ്ലാൻ ആണ്. 1 brick thick wall ആണ്. നമുക്കറിയാം നമ്മൾ ഹെഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഇപ്പുറത്ത് എന്ത് വരും? സ്ട്രെച്ചർ വരും. ഒരു സൈഡ് ഹെഡർ ആകുമ്പോൾ മറ്റേ സൈഡിൽ അത് സ്ട്രെച്ചർ ആയിട്ട് വരും. സോ പ്ലാൻ നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇവിടെ വരുന്നത് ക്വീൻ ക്ലോസർ, ഇത് ക്വീൻ ക്ലോസർ. ഇനി നമുക്ക് ഇതിപ്പോ നമ്മൾ ഓഡ് കോഴ്സസ് ആയി. ഇനി ഇതിന്റെ ഈവൻ കോഴ്സസ് വരയ്ക്കാം. 2 4 ഒക്കെ വരുന്ന കോഴ്സസ് വരയ്ക്കാം. അതെങ്ങനെ വരും? ഇപ്പൊ ഇത് നമ്മൾ പ്ലാൻ ആണ്. മേലിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇതിന്റെ അടുത്ത ഓൾട്ടർനേറ്റ് കോഴ്സസ് എടുക്കാം. ഇതായിരിക്കും അതിന്റെ ഈവൻ കോഴ്സസ്. സോ ഓഡ് കോഴ്സസ് എല്ലാം ഹെഡറും ഈവൻ കോഴ്സസ് എല്ലാം സ്ട്രെച്ചറും ആയിരിക്കും. ഇതാണ് 1 brick wall. ഇംഗ്ലീഷ് ബോണ്ടിന്റെ 1 brick wall എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അപ്പോ 1 brick wall ഇങ്ങനെയാണെങ്കിൽ
1.5 ബ്രിക്ക് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? വാൾ തിക്നെസ് എന്ന് പറയുന്നത് 1.5 ബ്രിക്കിന്റെ തിക്നെസ് ആയിരിക്കണം. സോ 1 ബ്രിക്ക് വാൾ ഇങ്ങനെ വന്നു, ഒരു 1.5 ബ്രിക്ക് വാൾ. സോ 1.5 ബ്രിക്ക് വാളിനകത്ത് എങ്ങനെ വരും? തിക്നെസ് എന്ന് പറയുന്നത് ഇവിടെ 1 ബ്രിക്ക് വാളിൽ 1 ബ്രിക്കിന്റെ തിക്നെസ് ആയിരുന്നെങ്കിൽ 1.5 ബ്രിക്ക് വാളിൽ 1.5 ബ്രിക്കിന്റെ തിക്നെസ് വരും. സോ അത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഹെഡർ വെച്ചു. നമ്മുടെ ഫസ്റ്റ് കോഴ്സ് എന്ന് പറയുന്നത് ഹെഡർ കോഴ്സ് ആണ്. ഹെഡർ വെച്ചു. ക്ലോസർ വെക്കുന്നു. ഇപ്പൊ നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ആദ്യത്തെ കോഴ്സ് ഹെഡർ വെച്ചു. നമുക്ക് 1.5 വേണം. അപ്പൊ ഹെഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ 1 ബ്രിക്ക് തിക്നെസ് ആയി. ഇനി ഹാഫ് വേണമെങ്കിൽ എന്ത് ചെയ്യും? അതിന്റെ തൊട്ട് പുറകിലുള്ളതിനെ എന്താക്കി വെക്കണം? സ്ട്രെച്ചർ ആയിട്ട് വെക്കണം. തൊട്ട് പുറകിലുള്ളതിനെ സ്ട്രെച്ചർ ആയിട്ട് വെക്കണം. സോ നമ്മൾ ഹെഡർ ആയിട്ടാണല്ലോ ഫസ്റ്റ് കോഴ്സ് അറേഞ്ച് ചെയ്തത്. ഫസ്റ്റ് കോഴ്സിനെ ഹെഡർ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ 1 ബ്രിക്ക് തിക്നെസ് കിട്ടും. 1.5 ബ്രിക്ക് വാൾ ആക്കാൻ ഇനി ഒരു ഹാഫ് ബ്രിക്ക് കൂടെ വേണം. ഹാഫ് എങ്ങനെ കിട്ടും? സ്ട്രെച്ചർ ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ ഹാഫ് കിട്ടും. ഇതിപ്പോ നമ്മൾ ഒരു സൈഡ്, ഇനി മറ്റേ സൈഡ് നോക്കാം. പെർപെൻഡിക്കുലർ ആയിട്ട് വരുന്ന സൈഡ് നോക്കാം. സോ അവിടെ ആദ്യം എല്ലാം അവിടെ ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ മൊത്തം സ്ട്രെച്ചർ ആയിരിക്കും. സ്ട്രെച്ചർ സ്ട്രെച്ചർ അവിടെ സ്ട്രെച്ചർ വന്നിട്ട് അതിന്റെ പുറകില് ഹെഡർ വരണം. പുറകിലപ്പം ഹെഡർ വരും. ഹെഡർ ഇങ്ങനെയായിരിക്കും വരിക. ഇതാണ് ഓഡ് കോഴ്സസ്. ഇനി ഇതിന്റെ ഈവൻ കോഴ്സസ് നോക്കാം. ഈവൻ കോഴ്സില് ആദ്യം സ്ട്രെച്ചർ, ആദ്യം സ്ട്രെച്ചർ. സ്ട്രെച്ചർ വന്നിട്ട് അപ്പം നമുക്ക് ഹാഫ് ബ്രിക്ക് തിക്നെസ് ആയി. അപ്പൊ അതിന്റെ തൊട്ട് പുറകിൽ എന്ത് വരണം? ഹെഡർ വരണം. ഹെഡർ വന്നു. ഇവിടെ ഒരു ക്ലോസർ വരും. ഇവിടെ ഒരു ക്ലോസർ വരും. ഈ സൈഡിലെല്ലാം ഹെഡർ വരും. ഇപ്പോഴത്തെല്ലാം സ്ട്രെച്ചർ വരും.
സ്ട്രെച്ചർ ഇങ്ങനെ വരും. ഇത് 2 4 കോഴ്സസ്. അതായത് നമ്മൾ ഓൾട്ടർനേറ്റ് ലെയേഴ്സ് ഓഫ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ആയിരിക്കും. 1 brick thick wall ആണെങ്കിലും 1.5 thick brick wall ആണെങ്കിലും എലിവേഷൻ എപ്പോഴും സെയിം ആയിരിക്കും. എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് വ്യൂ. അപ്പൊ ഇതിന്റെ എലിവേഷൻ എങ്ങനെയായിരിക്കും? ആദ്യം ഹെഡർ വരും. ഇവിടെ സ്ട്രെച്ചർ വരും. വീണ്ടും ഹെഡ്. ഇനി വീണ്ടും സ്ട്രെച്ചർ വരും. സോ ഇങ്ങനെയായിരിക്കും എലിവേഷൻ വരുന്നത്. എലിവേഷൻ എങ്ങനെയായിരിക്കും? ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ്. ഒന്നുകൂടെ വരച്ച് കാണിക്കാം. എലിവേഷൻ എങ്ങനെ വരുമെന്ന് വെച്ചാൽ ഫസ്റ്റ് കോഴ്സ് ഫുള്ള് ഹെഡർ. അപ്പൊ ആദ്യം ഒരു ഹെഡർ വെക്കും, ഇവിടെ ഒരു ക്ലോസർ കൊടുക്കും, പിന്നെ ഒരു ഹെഡർ. ഇനി അടുത്ത സ്ട്രെച്ചർ വരയ്ക്കുമ്പോൾ ഇത് ഹെഡർ, അത് കഴിഞ്ഞ് ക്ലോസർ. അപ്പൊ സ്ട്രെച്ചറിന്റെ ജോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ വരെ. വീണ്ടും ഒരു ഹെഡർ, ക്ലോസർ, ഹെഡർ, ഹെഡർ, ഹെഡർ. നിങ്ങൾ മെഷർ ചെയ്ത് വരച്ചാൽ മതി. അപ്പൊ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇനി ഇവിടെ മേല് വീണ്ടും സ്ട്രെച്ചർ. ജോയിന്റ്സ് ഈ ജോയിന്റ് ഒരേ ലൈനിലല്ല, അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും അറേഞ്ച്മെന്റ്. ദിസ് ഈസ് ദി എലിവേഷൻ. 1 brick ആയാലും 1.5 brick ആയാലും ഇംഗ്ലീഷ് ബോണ്ടിന്റെ എലിവേഷൻ ഇങ്ങനെ വരും. ഈ ജോയിന്റും ഒരേ ലൈൻ, ഈ ജോയിന്റും ഒരേ ലൈൻ. പക്ഷെ അടുത്തടുത്തുള്ള ജോയിന്റ്സ് പല ലൈനിലായിരിക്കും. നിങ്ങളൊന്ന് മെഷർ ചെയ്ത് വരച്ചാൽ മതി. ഒരു ഹെഡ് കോർണറിൽ വരുന്ന ഒരു ഹെഡർ വരച്ചിട്ട് അടുത്ത ഒരു ക്ലോസർ വരയ്ക്കണം. ക്വീൻ ക്ലോസർ വരച്ചു കൊടുത്താൽ മതി. So this is how English bond is arranged. This is how English bond is arranged. ഇനി അടുത്തത് ഫ്ലെമിഷ് ബോണ്ട്. Next is Flemish bond. English bondil alternate courses of header and stretcher ആയിരുന്നെങ്കിൽ Flemish bondil ഒരു കോഴ്സിൽ തന്നെ alternate header and stretcher വരും. Flemish bondil ഒരേ കോഴ്സിൽ തന്നെ alternate header and stretcher വരുന്നതാണ് Flemish bond. Flemish bond consists of alternate headers and stretchers in all courses, and every alternate course starts with a header and a queen closer. സോ ഒരു കോഴ്സിൽ തന്നെ ഒരു ഹെഡറും ഒരു സ്ട്രെച്ചറും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നതാണ് ഫ്ലെമിഷ് ബോണ്ട്. സോ ഇതിനകത്ത് ഒരുപാട് ബ്രിക്ക് ബാറ്റ്സ് യൂസ് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല ഇങ്ങനെ ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ഒറ്റ കോഴ്സിൽ തന്നെ വരുന്നതുകൊണ്ട് കുറച്ചും കൂടെ സ്കില്ല് വേണം എന്ത് ഫ്ലെമിഷ് ബോണ്ട് കൺസ്ട്രക്ട് ചെയ്യാൻ. സോ ഫ്ലെമിഷ് ബോണ്ട് കൺസിസ്റ്റ് ഓഫ് ഓൾട്ടർനേറ്റ് ഹെഡേഴ്സ് ആൻഡ് സ്ട്രെച്ചേഴ്സ് ഇൻ
all courses. Alternate headers and structures in all courses. So every alternate course starts with the header and queen closer and then followed by header and structure alternately. ഇനി ഫ്ലെമിഷ് ബോണ്ടിൽ തന്നെ ഡബിൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറഞ്ഞാൽ alternate structures and headers whereas in single Flemish bond ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ആകുമ്പോൾ alternate header and structure ആയിരിക്കും. സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിനകത്ത് അറേഞ്ച്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സൈഡിൽ ഫ്ലെമിഷ് ബോണ്ടിന്റെ അപ്പിയറൻസും മറ്റേ സൈഡിൽ ഇംഗ്ലീഷ് ബോണ്ടിന്റെ അപ്പിയറൻസ് ആയിരിക്കും. ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് ഉണ്ട്, സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടും ഉണ്ട്. സോ ഡബിൾ ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് സൈഡിലും ഫ്ലെമിഷ് ബോണ്ടിന്റെ അപ്പിയറൻസ് ആണെങ്കിൽ സിംഗിൾ ഫ്ലെമിഷ് ബോണ്ടിൽ ഒരു സൈഡിൽ ഫ്ലെമിഷ് ബോണ്ടിന്റെ അപ്പിയറൻസും ഒരു സൈഡിൽ എന്തായിരിക്കും ഇംഗ്ലീഷ് ബോണ്ടിന്റെ അപ്പിയറൻസും ആയിരിക്കും വരുന്നത്. ഇതിന് ബെറ്റർ അപ്പിയറൻസും ഓൾ joints have equal thickness. ഇതിന് better appearance and all joints are of equal thickness. Here appearance കുറച്ചുകൂടെ ബെറ്റർ ആണ്, കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അതോടൊപ്പം തന്നെ എല്ലാ ജോയിന്റ്സിനും ഈക്വൽ തിക്നെസ്. പക്ഷെ ഇതില് ബ്രിക്ക് ബാറ്റ്സിന്റെ യൂസ് കൂടുതലായതുകൊണ്ട് ട്രാൻസ്ഫർ സ്ട്രെങ്ത് കുറവായിരിക്കും. മോർ ബ്രിക്ക് ബാറ്റ്സ്, അതുകൊണ്ട് ലെസ് ട്രാൻസ്വേഴ്സ് സ്ട്രെങ്ത്. ബ്രിക്ക് ബാറ്റ്സിന്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് ട്രാൻസ്ഫർ സ്ട്രെങ്ത് കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത് ടൈം കൺസ്യൂമിങ്ങും കോസ്റ്റ്ലിയുമാണ്, കുറച്ചും കൂടെ സ്കിൽഡ് ലേബർ വേണം. റിക്വയർസ് സ്കിൽഡ് ലേബർ, പിന്നെ ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ് ആൻഡ് കോസ്റ്റ്ലി. സ്കിൽഡ് ലേബർ വേണം, ടൈം കൺസ്യൂമിങ്ങും കോസ്റ്റ്ലിയുമായിരിക്കും. പിന്നെ കൂടുതൽ ബ്രിക്ക് ബാറ്റ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ട്രാൻസ്ഫർ സ്ട്രെങ്ത് കുറവാണ്. കാണാൻ പക്ഷേ ഇത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഒരേ കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ഹെഡറും സ്ട്രെച്ചറും വരുന്നതാണ് ഫ്ലെമിഷ് ബോണ്ട്. ഒരേ കോഴ്സിൽ തന്നെ ഓൾട്ടർനേറ്റ് ഹെഡറും സ്ട്രെച്ചറും വരുന്നതാണ് ഫ്ലെമിഷ് ബോണ്ട്. അതിന്റെ ഫിഗർ നോക്കാം. ഇതിൽ 1 ബ്രിക്കും 1.5 ബ്രിക്കും പഠിക്കണം. നമുക്ക് 1 ബ്രിക്ക് വാൾ നോക്കാം. ഹെഡർ വെച്ചു, സ്ട്രെച്ചേഴ്സ് വെച്ചു, ഹെഡർ വെച്ചു, നമുക്ക് അങ്ങോട്ട് വരയ്ക്കാം. ഹെഡർ വെച്ചു,
ഇനി 2 സ്ട്രെച്ചർ വെക്കണം. വീണ്ടും ഒരു ഹെഡർ വെച്ചു, 2 സ്ട്രെച്ചർ വെച്ചു. സോ ഇത് 1 ബ്രിക്ക് വാൾ ആണ്. 1 3 കോഴ്സസ്, ഓഡ് കോഴ്സസ്. ഇനി നമുക്ക് ഇതിന്റെ ഈവൻ കോഴ്സ് വയ്ക്കാം. ഇങ്ങനെ പോകും. ഇങ്ങോട്ട് എങ്ങനെ വരും? ഹെഡർ, പിന്നെ 2 സ്ട്രെച്ചർ, ഇവിടെ ഒരു ഹെഡർ, 2 സ്ട്രെച്ചർ, ഹെഡർ, 2 സ്ട്രെച്ചർ, ഇങ്ങനെയായിരിക്കും പോകുന്നത്. സോ ഇതാണ് 1 ബ്രിക്ക് വാൾ ഫ്ലെമിഷ് ബോണ്ട്. 1 brick wall Flemish bond. 1.5 brick wall Flemish bond നോക്കാം. 1.5 brick wall Flemish bond നോക്കാം. ഇത് 1 brick wall ആണ്. ഇനി 1.5 brick wall നോക്കാം. ഹെഡർ വെച്ചു, ക്ലോസർ വെച്ചു, stretchers, header, stretcher, header, stretcher. നമുക്ക് 1.5 വേണം. അപ്പോൾ ഒരു കുറച്ചൊരു തിക്നെസ് കൊടുക്കണം. 1 ബ്രിക്ക് അല്ല, 1.5 ബ്രിക്ക് ആണ്. സോ ഇനി ഇവിടെ സ്ട്രക്ചർ ആയതുകൊണ്ട് ഇപ്പുറത്ത് ഒരു ഹെഡർ വയ്ക്കാം. ഹെഡർ, ക്ലോസർ, വീണ്ടും ഒരു സ്ട്രെച്ചർ, ഇവിടെ 2 ഹെഡർ കൊടുക്കാം. അപ്പൊ നമുക്ക് 1.5 തിക്നെസ്, 2 ഹെഡർ കൊടുത്തപ്പോ 1.5 തിക്നെസ് വന്നു. ഇവിടെ ഒരു സ്ട്രെച്ചർ, അത് കഴിഞ്ഞ് അറ്റത്തൊരു ഹെഡർ. ഇനി ഇപ്പുറത്തെ സൈഡ്, പെർപെൻഡിക്കുലർ സൈഡ് നോക്കാം.
സ്ട്രെച്ചർ, പുറത്തൊരു ഹെഡർ, വീണ്ടും സ്ട്രെച്ചർ, ഇവിടെ ഒരു ഹെഡർ, ഇവിടെ ഒരു സ്ട്രെച്ചർ, വീണ്ടും ഒരു ഹെഡർ. ഇനി ഇവിടെ ഒരു സ്ട്രെച്ചർ വീണ്ടും വരും. ഒരു സ്ട്രെച്ചർ വെച്ച് അതിന്റെ അപ്പുറത്ത് ഒരു ഹെഡർ. ഇവിടെ ഒരു സ്ട്രെച്ചർ വരും. ഇവിടെ ഒരു ഹെഡറും വരും, ഇവിടെ ഒരു സ്ട്രെച്ചറും വരും. ഇങ്ങനെ അങ്ങ് പോകും. സോ ഇതാണ് ഇതിന്റെ 135 കോഴ്സസ്. ഇനി ഇതിന്റെ 2, 4, 6 ഇതിപ്പോ 1.5 ബ്രിക്ക് ഹോൾ ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഈവൻ കോഴ്സസ് നോക്കാം. ഫ്ലെമിഷ് ബോണ്ടിന്റെ ഈവൻ കോഴ്സിൽ എങ്ങനെ വരും? സ്ട്രെച്ചർ വെച്ചു. നിങ്ങൾ എക്സാമിന് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കണം. സ്ട്രെച്ചർ വെച്ചു. ഇവിടെ മേലിൽ ഒരു ക്ലോസർ കൊടുക്കാം. അടുത്ത ഒരു ഹെഡർ വെച്ചു. കുറച്ച് സൈസിലാക്കി സ്ട്രെച്ചർ, ഹെഡർ, സ്ട്രെച്ചർ, നമ്മൾ ക്ലോസർ വയ്ക്കുന്നു. 1.5 ബ്രിക്ക് തിക്നെസ് വേണം. സോ അതെങ്ങനെ വരും? സ്ട്രെച്ചറിന്റെ മുകളിൽ ഹെഡറും കൂടെ വയ്ക്കണം.
ഇവിടെ ഒരു ഹെഡർ വെച്ച് അതിന്റെ ഇപ്പുറത്തൊരു സ്ട്രെച്ചർ വെക്കണം. സ്ട്രെച്ചർ വെച്ചു. ഇനി അതിന്റെ ഇപ്പുറത്തൊരു ഹെഡർ വെക്കണം. അതിന്റെ ഇപ്പുറത്തൊരു സ്ട്രെച്ചർ വരും. ഇവിടെ ഒരു സ്ട്രെച്ചർ ഉള്ളതുകൊണ്ട് അതിന്റെ മുകളിൽ എന്ത് വരും, സൈഡിൽ എന്ത് വരും, ഹെഡർ വരും. ഇങ്ങനെയായിരിക്കും പോകുന്നത്. വൺ ആൻഡ് ഹാഫ് ബ്രിക്കിന്റെ ഈവൻ കോഴ്സസും 1.5 ബ്രിക്കിന്റെ ഓഡ് കോഴ്സസും. ഒന്നുമില്ല, ഒരു ഹെഡർ വെച്ചാൽ ഒരു ക്ലോസർ കൊടുത്തിട്ട് പിന്നെ സ്ട്രെച്ചർ കഴിഞ്ഞാൽ ഒരു ഹെഡർ, അത്രേ ഉള്ളൂ. ഓൾട്ടർനേറ്റ് ആയിട്ട് വെച്ചാൽ മതി. പിന്നെ തിക്നെസ് 1.5 ബ്രിക്കിൻ്റെത് വരണം. ഇതിന്റെ എലിവേഷൻ എങ്ങനെയായിരിക്കും? ഫ്ലെമിഷ് ബോണ്ടിന്റെ ഹെഡർ, ക്ലോസർ, സ്ട്രെച്ചർ, ഹെഡർ, സ്ട്രെച്ചർ, ഹെഡർ അങ്ങനെ പോകും. ഞാൻ അതിൻ്റെ മുകളിൽ സ്ട്രെച്ചർ, ഹെഡർ, സ്ട്രെച്ചർ, ഹെഡർ, സ്ട്രെച്ചർ അങ്ങനെ പോകും. ഇനി വീണ്ടും ഹെഡർ, ക്ലോസർ, സ്ട്രെച്ചർ, ഹെഡർ, സ്ട്രെച്ചർ, ഇങ്ങനെ പോകും. ഇതാണ് അതിന്റെ എലിവേഷൻ. So this is how you arrange Flemish bond, header and stretcher alternatively in a single course.